നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ശിവരാത്രിയാകുന്നു. ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കടന്നു വരുന്ന ദിവസമാകുന്നു. ഭഗവാനെ ഇന്നൊന്ന് സ്മരിച്ചാൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരും. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക മഹാത്ഭുതം തന്നെയാണ്. അത്രമേൽ വിശേഷപ്പെട്ട കാര്യങ്ങളാണ് ഇന്നേ ദിവസം സംഭവിക്കുക. എന്നാൽ ഇന്നേ ദിവസം നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ പക്ഷികൾക്കും ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ശാസ്ത്രമാണ് പക്ഷിശാസ്ത്രം. അത്തരത്തിൽ മാറ്റങ്ങൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവിതത്തിലേക്കും കടന്നു വരുന്നതാണ്. ഭഗവാന്റെ കടാക്ഷം അവരുടെ ജീവിതത്തിലേക്കും കടന്നു വരും. അത്തരത്തിൽ പക്ഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ അതിവിശേഷപ്പെട്ട ഈ ശിവരാത്രി ദിവസം ഓം നമഃശിവായ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ശിവരാത്രി പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഭഗവാനോട് എന്തെങ്കിലും പ്രത്യേക പ്രാർത്ഥനകളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളാണ് വന്നു ചേരുക. പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരാം. അതിനാൽ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. സാമ്പത്തികപരമായ സ്ഥിതി, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് തന്നെ പറയാം. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ പല രീതിയിലുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് പല സമയങ്ങളിലായി ലഭിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും തൊഴിൽ മേഖലയിലും വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരാം. പുതിയ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്നതായ ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരും. തൊഴിൽപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. അതോടൊപ്പം ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളും അത് സന്തോഷം നൽകുന്ന കാര്യങ്ങളാകാം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ ഇത്തരത്തിലുള്ള ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആസൂത്രണം ചെയ്തതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. സ്നേഹം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹബന്ധം അത് ഊഷ്മളമായി തീരും എന്ന കാര്യവും ഓർക്കുക. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പരമശിവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽപരമായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. ശുഭകരമായ വാർത്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലുള്ള ശുഭകരമായ വാർത്തകൾക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭൂമി, വീട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അതിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഇത്തരം കാര്യങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇഷ്ടജോലി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ വീടുകളിൽ സന്തോഷം വന്നു ചേരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മനസന്തോഷം വർദ്ധിക്കുന്നതാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അത് മക്കൾക്കാണ്. എന്നിരുന്നാൽ പോലും ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. കുടുംബസമേതം ജീവിതത്തിൽ
വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വിനോദയാത്രകൾ, അത്തരത്തിലുള്ള യാത്രകൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. തീർത്ഥാടന യാത്രകൾക്കും സാധ്യത കൂടുതലാണ്. ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ സമയം ശുഭകരമാണ്. അതിനാൽ ശ്രമിക്കുകയാണ് എങ്കിൽ നടക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ധനപരമായ കാര്യങ്ങളിൽ അല്പം ഉയർച്ച പ്രതീക്ഷിക്കാം. ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഭൗതികമായ സുഖം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഭൗതിക സൗഖ്യം വന്നു ചേരും എന്ന് തന്നെ പറയാം. തൊഴിൽപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരം കൂടിയാണ് ഇത്. ബഹുമാനം മറ്റുള്ളവർക്ക് വർദ്ധിക്കും. സ്വീകാര്യത നിങ്ങൾക്ക് ലഭിക്കും. തീർച്ചയായും ഈ സമയം പരമശിവനെ ആരാധിക്കുക, ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും 108 തവണ ജപിക്കുകയും ചെയ്യേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അറിവ് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ നിമിഷമാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സമൃദ്ധി ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉണർവ് പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് തന്നെ പറയാം. ആത്മീയപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് കൂടുതലായി സമയം ചെലവഴിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ദാമ്പത്യ സൗഖ്യം പ്രതീക്ഷിക്കാം. ആ കാര്യം തീർച്ച തന്നെയാണ്. ദമ്പതികൾക്കിടയിൽ കലഹങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിച്ച് കുടുംബജീവിതം അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും. ബഹുമാനം വർദ്ധിക്കും. സ്വീകാര്യത ലഭിക്കും. ധനപരമായ നേട്ടങ്ങൾക്കും അല്പം സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പരമശിവനെ ആരാധിക്കുക, ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യുക. ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വർധനവ് അത് വരുമാനവുമായി ബന്ധപ്പെട്ടാണ് എന്ന കാര്യം ഓർക്കുക. വരുമാന വർധനവിന് സാധ്യത കൂടുതലാണ്. ബാങ്ക് ബാലൻസ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംഭവിക്കാം. ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ലാഭം വർദ്ധിക്കും. ചില കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ലാഭം ഇരട്ടിയായി തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ പല യാത്രകളും നിങ്ങൾക്ക് നടത്തേണ്ടതായി വരും. ആ യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. കൂടാതെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പലവിധ സഹായങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. കൂടാതെ ചിട്ടി, വായ്പ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം, മനോബലം ഭഗവാന്റെ കടാക്ഷത്താൽ വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുക, ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം നിത്യവും 108 തവണ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഉയർച്ച പ്രതീക്ഷിക്കാം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരാം. അത്തരത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. വായ്പ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഉണ്ട്. എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വാഹനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ് സമയം. വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ വായ്പ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആ വസ്തു വാങ്ങുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിൽക്കാനായി ചില തടസ്സങ്ങളുണ്ട്. മഹാദേവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വിൽക്കുവാൻ അല്ലെങ്കിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തീർച്ചയായും നിങ്ങൾ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതും
ഏറ്റവും വിശേഷമാണ്, ഉയർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായി മാറും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം, പുതിയ ബിസിനസ്, പുതിയ സംരംഭങ്ങൾ എന്നിവയ്ക്ക് അനുകൂലമാണ് ഈ സമയം. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ബിസിനസ് പരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാകുന്നു. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതായ അവസരമാണ് ഇത്. അതിനാൽ ഏത് തീരുമാനം കൈക്കൊള്ളുമ്പോഴും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എടുത്തുചാടി തീരുമാനങ്ങൾ പാടുള്ളതല്ല. ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഈ സമയം അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക. ധൈര്യം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഇരട്ടിയായി വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. പല കാര്യങ്ങളും ചെയ്യാം എന്ന ആത്മവിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ സമയം ധനപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ മറക്കാതിരിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും അതീവ ശുഭകരം കൂടിയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ നക്ഷത്രക്കാർ ഏവരും ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു.